ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ പുളിയും എരിവും മധുരവുമുള്ള ഒരു പിക്കിളാണ് ഉണ്ടാക്കുന്നത്. ലെമൺ ഡേറ്റ്സ് പിക്കിൾ. ആദ്യം ഞാൻ ലെമൺ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. 6 ലെമൺ ഉണ്ട്, 600 ഗ്രാമും ഉണ്ട്. 3-4 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. നാരങ്ങ വെന്ത് പൊട്ടിപ്പോകരുത്. 5 മിനിറ്റാണ് ഇത് സ്റ്റീം ചെയ്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒന്ന് പൊട്ടിയിട്ടില്ല. ഇത്രയും സമയം വെച്ചാൽ മതി. ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഈ ലെമൺ ഈ പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റുകയാണ്. തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് മുറിച്ച് എടുക്കാനായിട്ട്. ലെമൺ നന്നായിട്ട് തണുത്തു. ഇനി അത് മുറിച്ചെടുക്കുകയാണ്. ലെമണിന്റെ 2 അറ്റവും നമ്മൾ മുറിച്ച് മാറ്റണം. വലിയ ലെമൺ ആയതുകൊണ്ട് 2ആയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഒരു ഭാഗം 3ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ മുറിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഈ നടുക്കുള്ള ഇതിന് പിത്തെന്ന് പറയും, അതങ്ങ് മുറിച്ചു മാറ്റുന്നത് നല്ലതാണ്. കയ്പ് കുറഞ്ഞിരിക്കും. ഇനി ഈ ഒരു കഷ്ണം ഞാൻ 2ആയിട്ടാണ് മുറിക്കുന്നത്. ഇനിയും ലെമണിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ഇളക്കി മൂടി ഞാൻ ഒരു 2 ദിവസത്തേക്ക് വെക്കുകയാണ്. നാരങ്ങ ഉപ്പിട്ട് വെച്ചിട്ട് 2 ദിവസമായി. ഇനിയും അച്ചാറിടാൻ തുടങ്ങുകയാണ്. അതിന് ആദ്യം ചെയ്യുന്നത് ഡേറ്റ്സ് മുറിച്ചെടുക്കുകയാണ്. 300 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനിയും ഡേറ്റ്സിലേക്ക് 1/4 കപ്പ് വിനിഗർ ആണ് ഒഴിക്കുന്നത്. 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് ഇളക്കി മൂടി മാറ്റി വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഡേറ്റ്സ് ഡ്രൈ ആയതുകൊണ്ട് നന്നായിട്ട് കുതിർന്ന് ഇരിക്കും. ഇത് മൂടി മാറ്റി വെക്കുകയാണ്. ഇനിയും ബാക്കിയുള്ള സാധനങ്ങൾ വഴറ്റാൻ തുടങ്ങുകയാണ്. അതിന് ഞാൻ ഈ പാത്രത്തിലേക്ക് 1/2 കപ്പ് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1/4 കപ്പ് വെളിച്ചെണ്ണയും 1/4 കപ്പ് നല്ലെണ്ണയുമാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. 1/4 ടീസ്പൂൺ ഉലുവ, 3 ഉണക്കമുളക്, ഒരു 3 തണ്ട് കറിവേപ്പില. വെളിച്ചെണ്ണയും നല്ലെണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ പതയുന്നത്. അതൊക്കെ മാറിക്കോളും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത്, 10 വലിയ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത്, 4 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തത്. ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേണം പൊടികൾ ചേർക്കാൻ. വെളുത്തുള്ളി ഇഞ്ചി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയും ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം പൊടികൾ ചേർക്കാൻ. 2 ടേബിൾ സ്പൂൺ ഒരുമാതിരി എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിക്കണം, അല്ലെങ്കിൽ പച്ചയോ വയ്ക്കും. മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വിനിഗറും കൂടാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഈ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളയ്ക്കണം. ഈ വെള്ളം തിളച്ചു. ഇതാണ് ഞാൻ 2 ദിവസം മുൻപ് അരിഞ്ഞിട്ട് വെച്ച നാരങ്ങ. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തൊലി നമ്മൾ ഉപ്പിലിട്ട് വെച്ചത് കൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുമുണ്ട്. ഈ നാരങ്ങ ഇനിയും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനിയും ചേർക്കുന്നത് വിനിഗറും ചൂടുവെള്ളവും കൂടി ചേർത്ത് വെച്ച ഡേറ്റ്സ് ആണ്. ഈ ചൂടുവെള്ളവും വിനിഗറും ചേർത്ത് വെച്ചത് കൊണ്ട് അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം വിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനിയും എരിവും ഉപ്പും പുളിയും ബാലൻസ് ചെയ്യുന്നതിന് 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ചേർത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നാരങ്ങയും ഡേറ്റ്സും ചേർത്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് ഇത് തിളച്ചു. നാരങ്ങ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഡേറ്റ്സും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഡേറ്റ്സ് അങ്ങ് അലിഞ്ഞങ്ങ് പോയിട്ടുമില്ല, നമുക്ക് സ്വല്പം കടിക്കാനായിട്ടുമുണ്ട്. ഇതിൽ കൂടുതൽ ചാറ് വേണമെന്ന് വരികിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വേണമെന്ന് വരികിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇങ്ങനെ മതിയെന്ന് വരികിൽ ഇതുപോലെ ആക്കിയാലും മതി. ഇതിന് ഉപ്പ് നോക്കിയിട്ട് ഒരു സ്വല്പം കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടെ ഇളക്കുകയാണ്. ഇത് സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. ഇനിയും ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കായം വറുത്തു പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി തണുത്തതിൻ്റെ ശേഷം കുപ്പിയിലാക്കണം. അച്ചാർ നന്നായിട്ട് തണുത്തു, ഇനിയും കുപ്പിയിലാക്കുകയാണ്. ഈ അച്ചാർ ഏതിൻ്റെ കൂടെയും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ബിരിയാണിക്ക് പറ്റിയൊരു അച്ചാറാണിത്. വളരെ രുചിയുള്ള അച്ചാറാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.